ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റീമ. ഓക്കെ, ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ് സിവിലൈസേഷൻ, സംസ്കാരങ്ങൾ. ഓക്കെ, നമുക്ക് 4 സിവിലൈസേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. വെങ്കലയുഗ സംസ്കാരങ്ങളായിട്ട് 4 എണ്ണമായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷനാണ് എന്താ ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് സിന്ധു നദീതട സംസ്കാരം എന്ന് അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയോ? കാരണം എന്താണ്, സിന്ധു നദീ തീരത്താണ് ഈ ഒരു സിവിലൈസേഷൻ വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതിന് എന്താണ് സിന്ധു നദീതട സംസ്കാരം, ഇൻഡെക്സ് വാലി സിവിലൈസേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാലോ, വെങ്കല യുഗത്തില് സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹരപ്പൻ സിവിലൈസേഷൻ. ഹരപ്പയാണ് ആദ്യമായിട്ട് സിന്ധു നദീതട തീരത്ത് വന്നിട്ടുള്ള ഒരു നഗരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മറ്റൊന്നെന്താണ്, ഇത് നോക്കിക്കോ, ഈ സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദീ തീരത്തായതിനാൽ ഇതിനെ സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ എന്ത് വിളിക്കുന്നുണ്ട്? ഇൻഡെക്സ് വാലി സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ പോയിന്റ് പഠിച്ചാൽ മതി. ഹരപ്പൻ സിവിലൈസേഷൻ വാസ് എ സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഇൻഡെക്സ് വാലി ഡ്യൂറിംഗ് ദ ബ്രോൺസ് ഏജ്. വെങ്കലയുഗ കാലഘട്ടത്തില് നമ്മുടെ സിന്ധു നദിയുടെ തീരത്തായിട്ട് വളർന്നു വന്നിട്ടുള്ള സിവിലൈസേഷൻ ആണ് ഹരപ്പൻ സിവിലൈസേഷൻ. അതുകൊണ്ട് തന്നെ ഇതിനെന്താണ് ഇൻഡെക്സ് വാലി സിവിലൈസേഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. ആ ഒരു പോയിന്റ്സ് നിങ്ങൾ പഠിക്കുക, ആ ഒരു പോയിന്റ് കേട്ടോ. ഓക്കെ, നോക്കിക്കോ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആയിരുന്നു ടൗൺ പ്ലാനിങ് എന്ന് പറയുന്നത്, നഗരാസൂത്രണം. ഓക്കെ, നമ്മുടെ ആ ഒരു ഹരപ്പൻ സിവിലൈസേഷനിലെ ആളുകൾ എവിടെ താമസിക്കുന്നറിയോ? അവർ താമസിക്കുന്നത് സ്ട്രീറ്റിലെ, നമ്മുടെ തെരുവുകളുടെ ഇരുവശങ്ങളിലായിട്ടായിരുന്നു അവിടുത്തെ ജനത താമസിച്ചിട്ടുണ്ടായിരുന്നത്. നോക്കിക്കോ, they built houses on both side of the street. അഥവാ എന്താണ്, തെരുവുകളുടെ ഇരുവശങ്ങളിലായിട്ടായിരുന്നു അവ വീടുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി അവർ എന്താ യൂസ് ചെയ്തെന്നറിയോ? ചുട്ടെടുത്ത ഇഷ്ടികകളാണ് ഇതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്തത്. ബേൺഡ് ബ്രിക്സ് ആണ് അല്ലെ. ബേൺഡ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുട്ടെടുത്ത ഇഷ്ടികകൾ എന്ന് പറയും. ഓക്കെ, അതുപോലെ ദ ഡ്രെയിനേജ് സിസ്റ്റം വാസ് അനദർ ഇമ്പോർട്ടൻറ്റ് അല്ലെ. ഡ്രെയിനേജ് സിസ്റ്റം, അഴുക്കുചാൽ സമ്പ്രദായം ഹരപ്പൻ ജനതയുടെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ ഫീച്ചർ ആണെന്ന് പറയാം. അതായത് അഴുക്കുചാൽ എന്ന് പറയുമ്പോൾ വീടുകളിൽ നിന്നുള്ള വേസ്റ്റ് ഒക്കെ എന്താണ് ഈ ഒരു അഴുക്കുചാലിലൂടെയാണ് ഇന്ന് പുറത്തേക്ക് അവർ കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് സിറ്റീസ് ആൻഡ് ഡ്രെയിൻസ് വർ പ്ലാൻഡ് ഇൻ സച്ച് ദ വേ ദാറ്റ് ദ വേസ്റ്റ് വാട്ടർ ഫ്രം ദ ഹൗസസ് വാസ് ഡ്രെയിൻഡ് ഔട്ട് ഓഫ് ദ സിറ്റി ത്രൂ ദ ഡ്രെയിൻസ് ഇൻ ദ സ്ട്രീറ്റ്. അതായത് എന്താണ്, വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവുകളിലെ അഴുക്കുചാലിലൂടെ അവ പുറത്തേക്ക് ഒഴുകിക്കൊണ്ട് പോകുന്ന തരത്തിലായിരുന്നു നഗരങ്ങളുടെയും അഴുക്കുചാലുകളുടെയും ആസൂത്രണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? അവരെ വീട് കൺസ്ട്രക്ട് ചെയ്തത് സ്ട്രീറ്റിന്റെ ഇരുവശങ്ങളിലായിട്ടായിരുന്നു അല്ലെ. മറ്റൊന്നെന്തായിരുന്നു? ബേൺഡ് ബ്രിക്സ് ആയിരുന്നു, ചുട്ടെടുത്ത ഇഷ്ടികയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ മറ്റൊരു പ്രത്യേകത ഡ്രെയിനേജ് സിസ്റ്റം ആയിരുന്നു, അഴുക്കുചാൽ സമ്പ്രദായമായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. ദെൻ നമുക്ക് നോക്കേണ്ടത് ഇതാണ്, ഗ്രേറ്റ് ബാത്ത് ഓഫ് മൊഹൻജദാരോയിലെ വലിയ കുളം എന്നറിയപ്പെടുന്നത്. മൊഹൻജദാരോ ഹരപ്പയിൽ ഒരു സിറ്റിയാണ് മൊഹൻജദാരോ എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ കുളം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നോക്കിക്കോ, അതിന്റെ പ്രത്യേകത എന്താണ്? ഹരപ്പൻ സിവിലൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു മൊഹൻജദാരോ. വലിയ കുളമാണ് ഈ നഗരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ്? ദ ഗ്രേറ്റ് ബാത്ത് ഈസ് മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് സ്ട്രക്ചർ ഓഫ് ദിസ് സിറ്റി. ഈ സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ കുളം തന്നെയാണ് കേട്ടോ. There were flight of step of both side to enter the tank and its had bathroom. എന്താണ്, ഇതിലേക്ക് ഇറങ്ങി ചെല്ലാൻ 4 വശത്ത് പടികളുണ്ട്. അതുപോലെ ബാത്റൂംസും ഉണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കുക, മൊഹൻജദാരോയിലെ വലിയ കുളം ഹരപ്പയിലെ തന്നെ ഒരു സിറ്റി ആയിരുന്നു മൊഹൻജദാരോ. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വലിയ കുളം, ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹരപ്പൻ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഉപജീവന മാർഗം ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് അഗ്രികൾച്ചർ തന്നെയായിരുന്നു. ബിക്കോസ് അവർക്ക് ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള ഗ്രാനറി, ധാന്യപ്പുരകളൊക്കെ ഉണ്ടായിരുന്നു. ഹരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ഓക്കെ, ഹരപ്പൻ സിവിലൈസേഷനുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്, ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, അത് കൃഷിയായിരുന്നു. ബിക്കോസ് ഒരുപാട് എവിഡൻസ് ധാന്യങ്ങൾ കൃഷി ചെയ്തതിൻ്റെ ഒരുപാട് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഗുജറാത്തിലെ രംഗ്പൂരിൽ, ലോഥാൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഒരുപാട് ദൂരത്തു നിന്നും ആൾക്കാരൊക്കെ ഇതിലേക്ക് എവിടേക്ക് ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഗ്രാനറിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ട് പറയുന്നുണ്ട്
കേട്ടോ. ഹരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്ര ശേഷിപ്പുകളാണ് ധാന്യപ്പുര. ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ധാന്യപ്പുര എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യെസ്, ഇറ്റ് വാസ് യൂസ്ഡ് ടു സ്റ്റോർ ആൻഡ് പ്രിസർവ് ഗ്രെയിൻസ് അല്ലേ. ഇത് സൂക്ഷിച്ചു വെക്കാൻ, അതായത് എന്താണ്, സ്റ്റോർ ചെയ്യാനും പ്രിസർവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്താ ഈ ഒരു ഗ്രാനറീസ് ഹരപ്പൻ ജനത ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അവിടുത്തെ മെയിൻ ആയിട്ടുള്ള എന്താണ്, അഗ്രികൾച്ചർ തന്നെ അവരുടെ ഉപജീവന മാർഗ്ഗം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അല്ലേ. അതിനുവേണ്ടി എന്താണ് ഒരുപാട് സ്ഥലങ്ങളിൽ എന്താണ് ഗുജറാത്തിലെ 2 സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? രംഗ്പൂറും ലോഥാൽ അല്ലെ. ഇവിടങ്ങളിലൊക്കെ എന്താണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു, നെല്ല് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള എവിഡൻസ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഈ ഒരു ഹരപ്പൻ സിവിലൈസേഷൻ. ഒന്നാമത് നിങ്ങൾ പറയേണ്ടത് ടൗൺ പ്ലാനിങ് മറന്നു പോകരുത് കേട്ടോ. ടൗൺ പ്ലാനിങ് എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും. ബൈ.